ഹായ് എവരി വൺ, ഈറ്റ്സ് ആൻഡ് ഔട്ട്ഡോർസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ പതിപോലെ തന്നെ ഇന്നും ഒരു നാടൻ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ചീര കൊണ്ടുള്ള ഒരു അവിയലാണ്. അപ്പം ഇത് ഇവിടെ ഞങ്ങൾക്ക് ബാക്ക് യാർഡിലുണ്ടായ ചീരയാണ്. ഇവിടെ ഞങ്ങൾക്കിപ്പോൾ സമ്മർ ടൈമാണ്, അപ്പോൾ കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആദ്യം ചീരയാണ് ഉണ്ടാകുന്നത്, അതുകൊണ്ട് അവിടെ നിന്ന് കിട്ടിയ ചീരയാണ് ഇത്. അപ്പം ഇതുകൊണ്ടൊരു അവിയൽ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. ഇതുകൊണ്ട് ഒരു അവിയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ചീരയെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചീര അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചീരയുടെ തണ്ടും വേണം, അതേപോലെ ഈ ഇലയെല്ലാം കൂടെ വേണം. അപ്പോൾ ഇത് രണ്ടും കൂടെ വെച്ചിട്ടാണ് ചീര അവിയൽ ഉണ്ടാകും. ഈ ഇലയെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ചീരയെല്ലാം ഇതേപോലെ അരിഞ്ഞ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടത് ചീരയുടെ തണ്ടാണ്. അപ്പം ചീരയുടെ തണ്ട് എടുക്കുമ്പോൾ കിളുന്നായിട്ടുള്ള തണ്ട് എടുക്കണം. ഒരുപാട് മൂത്ത് പോകരുത്, മൂത്ത് പോയി കഴിഞ്ഞാൽ കൊള്ളത്തില്ല. അപ്പോൾ കിളുന്ന തണ്ട് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഈ കിളുന്ന തണ്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിനകത്തോട്ട് ഇടുക. അപ്പോൾ നമ്മുടെ ചീരയെല്ലാം ഇതേപോലെ അരിഞ്ഞിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കമ്പും ഇതേപോലെ ഈ പരുവത്തിന് അരിഞ്ഞ് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതിനകത്തോട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടല്ലോ. ഇത് കുറച്ച് ചക്കക്കുരുവാണ്. ഇത് ഇത്ര മതിയാവും, ചക്കക്കുരു. പിന്നെ ഇതെന്ന് പറയുന്നത് മാങ്ങയാണ്. ഇത് ഫ്രോസൺ മാങ്ങയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഫ്രഷ് മാങ്ങ ഉണ്ടെങ്കിൽ അത് ഇടാം. അപ്പം ഇത് കുറച്ച് മാങ്ങ പുളിക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുറച്ച് ചക്കക്കുരുവും കൂടെ ഇതിനകത്തോട്ട് ചേർക്കുന്നു. പിന്നെ ഇതിന് വേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങയാണ് അവിയലിന് വേണ്ടിയിട്ട്. തേങ്ങായ, കുറച്ച് ചുമന്നുള്ളി, ചെറിയ ഉള്ളി, കുറച്ച് ചെറിയ ജീരകം, ഇത്രയാണ് അവിയലിന് അരയ്ക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ഇനി നമുക്കൊരു കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കാം. കുക്കറിനകത്ത് വേണമെന്നില്ല, ഒരു ചെറിയ പാത്രത്തിനകത്തിട്ട് വേവിച്ചാലും മതി. അപ്പോൾ എളുപ്പം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിനകത്ത് വേവിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചീരയെല്ലാം വേവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിനകത്തോട്ട് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഇത്രയും ചേർത്തതിന് ശേഷം നമ്മൾ അടുത്തത് ചക്കക്കുരു ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ മാങ്ങ ചേർക്കാം. ഞാൻ എന്തായാലും ഇപ്പം മാങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് നമ്മൾ അടുത്ത് ചേർക്കാൻ പോകുന്നത് കുറച്ച് വെള്ളമാണ്. ഒരു ശകലം വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വന്നാൽ മതി. അപ്പോഴത്തേക്കും ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ഒരു വിസിൽ ഞാൻ വരുത്തിയിട്ടുണ്ട്. അപ്പം നോക്കിയപ്പോഴത്തേക്ക് ചീരയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഞാൻ ഇനി മാങ്ങയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യമേ മാങ്ങ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഇത് ഫ്രോസൺ മാങ്ങ, ഇത് കുക്ക്ഡ് മാങ്ങയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഞാൻ ചെറിയ തീയിൽ വെച്ച് ഒന്ന് വേവിച്ച് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് പുളിയെല്ലാം നന്നായിട്ട് ഇറങ്ങിക്കൊള്ളും. അപ്പം ഇവിടെ മാങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പുളി ചേർത്താലും മതി, ഇല്ലെങ്കിൽ കുറച്ച് തൈര് ചേർത്താലും മതി. പക്ഷേ മാങ്ങയാണ് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് വരുന്നത്. അതിനുശേഷം ഈ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ എല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം അരച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം ഈ പരുവത്തിന് അരച്ചെടുത്തതിന് ശേഷം ഇതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അരപ്പെല്ലാം ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ ഈ അരപ്പെല്ലാം ഇതുമായിട്ട് ചേർന്ന് അരപ്പിൻ്റെ ആ പച്ചച്ചോവയൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാം കൂടെ ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഇതെല്ലാം റെഡി ആയി കിട്ടും. അപ്പോൾ നമ്മുടെ ചീര അവിയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായി വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതൊരു പാത്രത്തിനകത്തോട്ട് പകർന്ന് മാറ്റി വെക്കാം. അപ്പം ഇങ്ങനെയാണ് അവിയൽ ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെ ചീര കൊണ്ട് ഇതേപോലെ അവിയൽ വെച്ചിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇവിടെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് ഈ അവിയലും കൂടെ ചേർത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചോറും അവിയലും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതി, വേറെ നമുക്ക് പ്രത്യേകിച്ച് കൂട്ടാനൊന്നും വേണ്ട. അപ്പോൾ ഈ അവിയലുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു ഇടങ്ങിഴി ചോറോളം ഉണ്ണും. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക.
അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾക്ക് ബാക്ക് യാർഡിൽ കുറച്ച് കൃഷിയൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ ചീര. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് ചീര പറിച്ചിട്ടാണ് മുമ്പേ അവിയലൊക്കെ വെച്ചത്. അപ്പോൾ ഇത് കുറേയൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തൊന്ന് കിളുന്ന് നോക്കി പറിച്ചിട്ടാണ് എടുത്തത്. അപ്പം ഈ ചീര ഞാനിങ്ങനെ നട്ടതൊന്നുമല്ല ഇത് കഴിഞ്ഞ വർഷം ഇവിടെ ചീര ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അരി വീണ് കിളിച്ചതാണ് ഈ ചീരയെല്ലാം. പ്രത്യേകം പറിച്ച് നട്ടതൊന്നുമല്ല. അതുകൊണ്ട് ഇത് എന്താണ് കാന്താരിയാണ്. അത് വെള്ളക്കാന്താരിയുണ്ട്, നമ്മുടെ നാട്ടിലത്തെ പച്ചക്കാന്താരിയുണ്ട്. കാന്താരിയുടെ അപ്പുറത്ത് നിൽക്കുന്നത് അത് എന്താണ് പാവലാണ്. അപ്പം പാവൽ പൂത്ത് തുടങ്ങുന്നതേ ഉള്ളൂ. അവിടെ ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ പാവയ്ക്ക പിടിച്ച് വരുന്നുണ്ട്. ഒന്നും പറിക്കാറൊന്നും ആയിട്ടില്ല. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു ടൈപ്പ് മത്തങ്ങയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇതിലെ കാന്ന് പറഞ്ഞാൽ നീണ്ടിരിക്കുന്ന മത്തങ്ങയാണിത്. അതായത് നമ്മുടെ നാട്ടിലത്തെ വട്ടത്തിലുള്ള മത്തങ്ങയല്ല, ഇത് കുറച്ച് ഇച്ചിരി കൂടെ നീണ്ട ടൈപ്പ് ഓഫ് മത്തങ്ങയാണ്. അതിൽ കാ പിടിച്ച് വരുന്നുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ്. ഇത് ഭയങ്കര ചെറുതാണ്, ഇത് നന്നായിട്ട് വലുതാകും. അപ്പം കുറച്ച് നീളത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് മത്തങ്ങയാണ്. എന്നാൽ നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റും തന്നെയാണ്. ഇതെന്ന് പറയുന്നത് വെണ്ടയ്ക്കയാണ്. കണ്ടില്ലേ വെണ്ടയ്ക്ക എങ്ങനെയാണ്. പിന്നുള്ളത് പിന്നെ നമുക്കുള്ളത് പയറാണ്. അടുത്തത് പയറാണ്. അത് കാണുന്നത്. അപ്പം പയറിൻ്റെ വള്ളിയൊക്കെ പടർന്ന് കയറുന്നതേ ഉള്ളൂ. പയറൊന്നും ആയിട്ടില്ല. ഇനി എങ്ങനെയാണേലും കുറച്ച് സമയം എടുക്കും കായൊക്കെ നന്നായിട്ട് പിടിച്ചു വരാനായിട്ട്. പിന്നുള്ളത് ഇത് എന്ന് പറയുന്നത് ബെൽ പെപ്പറാണ്. അതായത് നമ്മുടെ നാട്ടിലെ ക്യാപ്സിക്കം ആണ്. അപ്പോൾ ഇത് കറുത്ത കളറിലെ ക്യാപ്സിക്കവും പിന്നെ ഇത് നമ്മുടെ സാധാ പച്ച കളറിലെ ക്യാപ്സിക്കമാണ്. കറുത്ത കളറെന്ന് വെച്ചാൽ നന്നായിട്ടുള്ള കറുപ്പല്ല, ഒരു ഡാർക്ക് കളറാണ് വരുന്നത്. ഇത് നമ്മുടെ വഴുതനങ്ങയാണ്. അതിലും ഇങ്ങനെ പൂത്ത് വരുന്നതേ ഉള്ളൂ. മറ്റേതെന്ന് പറഞ്ഞാൽ മത്തങ്ങയാണ്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വട്ടത്തിലുള്ള മത്തങ്ങയാണ്. പിന്നെ ഇത് പാവൽ ആണ്, പടവലമാണ്. പടവലത്തിലും ചെറിയ രീതിയിൽ കായൊക്കെ പിടിച്ച് വരുന്നുണ്ട്. ഒന്നും ചെറിയ കുഞ്ഞു കുഞ്ഞു കാകൾ വരുന്നതേ ഉള്ളൂ. ഒന്നും പറിക്കാറൊന്നും ആയിട്ടില്ല നമുക്ക്. പിന്നുള്ളത് ഇത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ പാവലാണ്. പാവലയിൽ ചെറുതായിട്ട് പാവയ്ക്കൊക്കെ പിടിച്ച് വരുന്നുണ്ട്. ഇത് മത്തങ്ങ പടർന്നിങ്ങ് വെളിയിലിറങ്ങി. അപ്പം അതിൽ ഒരു കാ പിടിച്ച് വന്നിട്ടുണ്ട്. ഈ മത്തങ്ങ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, നീളത്തിലായിരിക്കും ഇരിക്കുന്നത്. ഇത് കുറേയും കൂടെയൊക്കെ ആവാനുണ്ട്, ഇതൊന്നും റെഡി ആയിട്ടില്ല, നന്നായിട്ട് വലുതാകും ഇത്. അപ്പം പക്ഷേ ഇത് നമ്മുടെ നാട്ടിലത്തെ മത്തങ്ങയുടെ ടേസ്റ്റ് തന്നെയാണ്, എന്നാൽ ഷേപ്പിന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇത് നമ്മുടെ മുളകാണ്, പച്ചമുളകുകളാണ്. പലതരത്തിലുള്ള പച്ചമുളകാണ്, നീളത്തിലും ഉരുണ്ടതും ഒക്കെ ആയിട്ടുള്ള മുളകുകളാണിത്. അതിലെല്ലാം കാ പിടിച്ചിട്ടുണ്ട്. പച്ചമുളക് ഞാൻ പറിച്ചെടുത്തു ഒരുവിധമൊക്കെ. ഇത് തക്കാളിയാണ്. തക്കാളി ഈ പ്രാവശ്യം അധികമൊന്നും നട്ടില്ല, 4 മൂട് തക്കാളിയെ നട്ടുള്ളൂ. എല്ലാ പ്രാവശ്യവും നമ്മൾ ഒരുപാട് തക്കാളി നടാറുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ തക്കാളിക്ക് ഉണ്ടാവും. പിന്നെ ഇതെല്ലാം പറിച്ച് ഫ്രീസ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെക്കണം. പിന്നെ അടുത്ത വർഷം ആകുമ്പോൾ വീണ്ടും എടുത്ത് കളയും ഇതെല്ലാം. അതുകൊണ്ട് ഈ പ്രാവശ്യം കുറച്ച് 4 ആക്കിയതേ ഉള്ളൂ. ഇത് ബീൻസാണ്, പടരുന്ന ഒരു ടൈപ്പ് ഓഫ് ബീൻസാണത്. പിന്നെ ഇത് നമ്മുടെ ബീറ്റ്റൂട്ടാണ് നട്ടിരിക്കുന്നത്. അതിൻ്റെ ഇലയാണേലും നമ്മൾ ഈ ചീരയുടെ തോരൻ വെക്കുന്ന പോലെ വെക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പച്ചക്കറികളുടെ വിശേഷങ്ങൾ. അപ്പം ഇനിയും കുറച്ച് പച്ചക്കറികളും കൂടെ ഉണ്ട്. അപ്പം ഞാനതൊരു അടുത്ത വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ നന്ദി, നമസ്കാരം.